പാലാ തങ്കച്ചൻ. എന്നതാടാ അവന്മാരങ്ങനെ പറഞ്ഞു? എന്റെ തല പോസ്റ്ററിൽ കണ്ട സംഭാവന തരില്ലെന്ന് പറഞ്ഞു. എന്നതൊക്കെയാടാ ഈ കേൾക്കുന്നത്? നീ ഒരു കാര്യം ചെയ്, അപ്പുറത്തെ റേഷൻ കട മുതലാളി എടുത്ത് ചോദിക്കും. അവിടെ മാത്രമേ അവന്മാര് കേറാതുള്ളൂ. അയാൾ അവിടെ ഇല്ലെന്നോ? എടാ പാടത്തോ പണിസ്ഥലത്തോ നോക്ക്, എല്ലാരും ബംഗാളികളാന്നോ? എടാ മലയാളിയെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവൻ ബംഗാളി, തണലത്ത് കൊടയം പിടിച്ച് നോക്കി നിൽക്കുന്നവൻ മലയാളി. അവരെടുത്ത് ചോദിക്ക്. ആ സാറാണോ പാലാ തങ്കച്ചൻ? അതെ, എന്നെ അറിയൂ? പിന്നെ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. വലിയ ശല്യമാണ്. എന്നാലും ഈ അണികൾ നിർബന്ധിക്കുമ്പോ എന്താ ചെയ്യാൻ ഒക്കുന്നത്? സാർ ഏത് പാർട്ടിയുടെ ആളാ? അങ്ങനെയൊന്നുമില്ല, ഭരണകക്ഷി. അല്ല, സാർ എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇവിടെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? നാക്കിലുണ്ട്, പറയാൻ പറ്റുന്നില്ല. പെരുമാൾ ദേശം. നല്ല ബ്രേക്ക് ആണല്ലോടാ, നീ എന്തിനാ ചവിട്ടിയത്? അല്ല, സാർ എങ്ങോട്ട് പോകണമെന്നാ പറഞ്ഞേ? പെരുമാൾ ദേശം. സാറേ, ഇതാണ് സാറ് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് അങ്ങ് നേരെ പോയാ മതി. അല്ല, അതിനകത്തേക്ക് വണ്ടി പോയില്ല സാറേ, എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. അതാ. ശരി ശരി, എത്ര രൂപയായി? 60 രൂപ. 60 രൂപയോ? നീ എന്നതായി പറയുന്നത്? ആ മീറ്റർ നോക്കി പറ. സാറേ, മീറ്റർ നോക്കിയാലും ഇല്ലെങ്കിലും 60 രൂപ. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓ, കൂടുതലാണേ. കൊണ്ടുപോ. സാറേ, സാറിന്റെ ഡ്രസ് ഇട്ട് ഞാൻ സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ? അനിയന്റെ ഒരു കാര്യം, ഞാൻ എവിടെ ചെന്നാലും ഒരണിയെങ്കിലും കാണുന്നുണ്ടാവും. എടുത്തോട്ടെ. സാറാ തൊളന്ന് കൈയിടുവോ? കിട്ടും. അനിയൻ നോക്കട്ടെ. ഓ, ഞാനൊരു സംഭവം തന്നെ അല്ലയോ? പിന്നെ എന്താ ഗ്ലാമർ? സാറേ, സാർ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കുപ്പായം അല്ലാതെ വേറെ മാറാൻ തുണിവല്ലോ എടുത്തിട്ടുണ്ടോ? തൽക്കാലമില്ല. എന്നാലേ ഈ പൈസ സാറ് തന്നെ വെച്ചോ. എന്തോന്നാ ഓട്ടോ കാശ് തിരിച്ചു തരുന്നു? സാറേ, ഞാൻ ആദ്യമായിട്ടാ ഓട്ടോ കാശ് തിരികെ കൊടുക്കുന്നു. ഓ, അണി. സാർ അങ്ങോട്ട് കേറുന്നതിന് മുമ്പ് സാർ ആ കാണുന്ന ബോർഡ് ഒന്ന് വായിച്ചു നോക്കിയേ. ബോർഡോ? രാഷ്ട്രീയം പറയരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുത്. രാഷ്ട്രീയക്കാർക്ക് പ്രവേശനം ഇവിടെ വരെ. അനിയ, വായിച്ചപ്പം മൊത്തത്തിലൊരു വശപ്പശക്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കൂ? എന്റെ സാറേ, കേരളത്തിലാകെയുള്ള രാഷ്ട്രീയ വിമുക്ത ഗ്രാമമാണിത്. സാറിനെന്നല്ല, ഒരു രാഷ്ട്രീയക്കാർക്കും ഈ ഗ്രാമത്തിൽ സ്ഥാനമില്ല. ഇവിടെ ഈ കുപ്പായം ഇട്ട് ആദ്യമായിട്ട് കാലുകുത്തുന്ന ആള് സാറാണ്. ഏതാണ്ട് ചന്ദ്രനി പണ്ടാരാണ്ട് കാലുകുത്തിയ പോലെ. അതുകൊണ്ടാണ് എന്റെ ഫോണിൽ സാറിന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചത്. നാളെ എന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലേ. അതെന്തിന്? ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ. അല്ലാതെ സാറിന്റെ ഗ്ലാമർ ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ നല്ല കുപ്പായം കേട്ടോ. താങ്ക്സ്. ചായ കുറുപ്പേട്ടന് വിരലിടാത്ത ചായല്ലേ? ഇപ്പൊ തരാട്ടാ. എനിക്ക് പറ്റിയൊരു പെണ്ണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല, എന്നിട്ടാണ് വിരലിടാത്ത ചായ. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും വിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. അത് പിന്നെ അവൻ കലിപ്പ് കാണിക്കാതിരിക്കുവോ? അവനൊരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് ഇതുവരെ റെഡിയാക്കിയില്ലല്ലോ. എന്റെ സൗനിച്ചേട്ടാ, ഏതെങ്കിലും ഒരു പെണ്ണു മതി അവനെ പോലത്തെ ഒരു സുന്ദരന്. കുറുപ്പേട്ട ചുമ്മാ ആരും പറയാത്തൊരു കാര്യം ഇയാളെ നിന്റെ മുഖത്ത് നോക്കി അറിയാതെ പറഞ്ഞു പോയപ്പോ അതും നിനക്ക് വേണ്ടെന്നു അഹങ്കാരി. എല്ലാരോടുമായിട്ട് പറയാ, ഉഴുന്നോടൊക്കെ ഓട്ടണം, ബ്രിട്ടാസിനെ ആരും പഠിപ്പിക്കണ്ട കേട്ടോ. ഇനി നീ തൊളയിട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. എടാ വിട്ടാസേ, മൂടുവാ, നീ വിഷമിക്കണ്ട. നീ എന്റെ ടാബ് കണ്ടിട്ടുണ്ടോ? കുറുപ്പേട്ട ഒരുമാതിരി വർത്താനം പറഞ്ഞിട്ടോ. എനിക്ക് വല്ലവരും പൈപ്പ് നോക്കലാണോ പണി? എടാ പൊട്ട, ടാപ്പല്ല ടാബ് ടാബ്. നീ ഇത് കണ്ടിട്ടുണ്ടോ? ഇതിലുള്ള പെൺപിള്ളേരെ കണ്ടാലേ ഷക്കീല വരെ തോറ്റുപോകും. എടോ കുറുപ്പേ, താനൊരു കല്യാണ ബ്രോക്കറാണോ അതോ മാമയോ? വായ്പല്ലില്ലാത്ത BBC സംസാരിക്കരുത്. യുവതികളുടെ നഗ്ന ചിത്രം പ്രദർശിപ്പിച്ച കല്യാണ ബ്രോക്കർ കസ്റ്റഡിയിൽ. വായിച്ചോ വായിച്ചോ, ഇപ്പൊ പത്രം വായിച്ചോ. അടുത്ത കർക്കിടകത്തിലെ നാട്ടുകാർക്ക് രാമായണം വായിക്കാനുള്ള മുതലാത്. തന്നെ തന്നെ തന്നെ. ഇനി മേലാ ഞാൻ ഈ കതറിടത്തില്ല. പോരെ, പോയി കളിച്ച പോയി കളിച്ച. ഹലോ, നമസ്കാരം. ഹലോ, ഹായ്. തങ്കച്ചനല്ലേ?
അതെ, പാലാ തങ്കച്ചൻ. ഇവിടത്തെ പയ്യന്മാരെ നന്നായിട്ട് പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. അതെ, പക്ഷെ നിക്കറ കതറാവാത്ത ഭാഗ്യം, അല്ലെങ്കിൽ അതും പോയാൽ. സാരമില്ലെന്നേ, ഇതൊന്നും കാര്യമാക്കണ്ട. എനിക്കിതൊക്കെ ഇവിടെ ആദ്യമാണെങ്കിലും വെളിയിൽ പതിവാണേ. ഓ, പിള്ളേരെ ഓടിക്കാൻ പെട്ട പാട്. സുമുഖനാണല്ലോ. വിവാഹിതനാണോ? അല്ല. തൻ്റേതല്ലാത്ത കാരെടുത്താൽ ഡൈവോഴ്സ് ആയതാണോ? അതുമല്ല. എന്തിനും പരിഹാരമുണ്ട്. ഈ ടാബിൽ നല്ല കളക്ഷൻ ഉണ്ട്, നോക്കിക്കേ. പക്ഷെ ഫോൾഡർ മാറ്റരുത്. മാറിയാ പിന്നെ അത് കണ്ട കെട്ടാനേ തോന്നൂല. ഉണ്ടാകുന്നു കേട്ടോ. ആരൊക്കെ ഉണ്ടല്ലോ പെണ്ണ് കെട്ടിക്കാൻ നടക്കുക. മധുവേ, എന്തോ? ഇതാണ് ആ സിംഹം, ഗ്രാമത്തിലുള്ളവരൊക്കെ രാഷ്ട്രീയം പഠിപ്പിക്കാമെന്ന പാലാക്കാരൻ. അതെ, ഗണപതി പിള്ളയെ അദ്ദേഹം പറഞ്ഞിട്ട് വന്ന. ഇതെന്താ മോഡേൺ ഡ്രസ്സും തോളയിലൊരു മുണ്ടും വസ്ത്രധാരണത്തിന് മൊത്തത്തിലൊരു ധാരണ പെശക്. ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാൻ ഈയിടെ പൊതുവെ പരിപാടികൾക്ക് പോകുമ്പോൾ അടിയിൽ ഒരു ബെർമൂട കരുതും. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മുൻകരുത്. ഈ പാലാ തങ്കച്ചനെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല മക്കളെ. പിള്ള മുതലാളി വന്നു, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും ഒന്ന് ഓർത്തോ, ഇവിടെ തങ്കച്ചനെ ഇറക്കിയതേ ഈ ഗണപതി പിള്ള തന്നെ. ഇവിടെ രാഷ്ട്രീയം കൊണ്ട് വരികയും ചെയ്യും, ഞാൻ ഭരിക്കുകയും ചെയ്യും. പാട വന്ന് വണ്ടി കയറി. അവൻ്റെയൊക്കെ ഒരു പെരുമാൾ ചേരിയും വസന്തോത്സവവും ഒടുക്കത്ത കൊടിനാട്ടലും എല്ലാറ്റിനെയും ഞാൻ കാണിച്ചു തരാം കേട്ടാ. മേഡം, സാറേ വാഴക്കന്ന് കഴിഞ്ഞ ആഴ്ചയല്ലേ ചേട്ടാ 4-5 വാഴക്കണ്ണ് കൊണ്ടുപോയത്? അതെന്തി? അത് ചെതല് തിന്നു സാറേ. ചെതില് തിന്നോ? ചെതില് തിന്നാൻ വേറൊക്കെ മേടിച്ചു കൊടുക്കട്ടോ, ഇത് കൃഷിക്കുള്ളതാ. വാ, തിന്നത് ചേട്ടനാന്ന് തോന്നുന്നു. അല്ലല്ല. എന്നിട്ട് ചെതലിന് കുറ്റവും. പപ്പ വേണ്ട, ശരിയാവില്ല. ആദ്യം വെച്ചില്ലേ ആ മുസ്റ്റാഷ്, മുഖത്തൊരു ടഫ് ലുക്കാ. രണ്ടാമത്തെ എന്താ ആനന്ദ്, ആളുടെ മൂക്ക് ശരിയായില്ല. നമുക്ക് വേറെ ആലോചന നോക്കാം. ഓക്കെ മാഡം, ഞാൻ വേണമെങ്കിൽ മാഡത്തിന് ഈ നാട്ടിൽ ഒരു കിടുക്കാച്ചി പയ്യനെ അറേഞ്ച് ചെയ്താലോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാമേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും സിഗ്നേച്ചർ വാങ്ങണം. എന്റെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത അന്ന് ഞാൻ പോകും ഈ പട്ടിക്കാട്ടിന്ന്. ചൂടും പുകയും പൊടിയും. ആരാത് ട്രാക്ടറിലൊക്കെ? ആ ട്രാക്ടർ ഓടിക്കുന്ന ആളാണ് യഥാർത്ഥ ട്രാക്ടർ. ഈ നാട് മൊത്തം ഉഴുതുമറിക്കുന്ന ആളാ. നമസ്കാരം കാർത്തിയേട്ടാ. ഈ തെയ്യൊന്നും ആർക്കും ഇതുവരെ കൊടുത്തില്ലേ? സുഖല്ലേ കാർത്തിയേട്ടാ? എന്താ? ഈ വർഷം അവസാനം മുതൽ ഓർഗാനിക് ഫാമിംഗ് സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അറിയാലോ അല്ലേ? കാര്യം പറയൂ. മാഡം അത് നോക്കി അവസാനിപ്പിക്കുക, എന്നിട്ട് ഞാൻ പറയാം. അയ്യോ, മാഡം ചില ഭയങ്കരമായ പ്രൊജക്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതിന് വലിയൊരാളുടെ ഒപ്പ് വേണം. എങ്കിലേ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടൂ. അതിന്റെ ചില നോട്ടങ്ങളാ അല്ലേ മാഡം? നിങ്ങൾ എന്താ പറയൂ. അതോടെ കെമിക്കൽ ഫാമിങ്ങും മോഡേൺ ഫാമിങ്ങും അവസാനിക്കുക. അതും അറിയാലോ അല്ലേ? എന്താ ക്ലാസ് എടുക്കാൻ വന്നതാണോ? ഡിഗ്രിയാ. അതിലേക്ക് നാട്ടുകാരെ ഒന്ന് തയ്യാറാക്കണം. എക്സ്പേർട്സ് വന്ന് ക്ലാസ് എടുക്കും. അതിനിവിടുന്ന് ഒഫീഷ്യൽ റിക്വസ്റ്റ് പോകണം. എന്താ ഒരു അത്ഭുതം! ഒക്കെ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഞാനും ആദ്യമായിട്ടാ. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ ഇതൊരു സർക്കാർ ഓഫീസാ, ഇവിടെ ചില രീതികളൊക്കെ ഉണ്ട്. ഓഫീസർമാർ ഉഴപ്പിയാൽ ഈ നാട്ടിലും ചില രീതികളൊക്കെ ഉണ്ട്. താൻ എന്നെ ത്രെട്ടൻ ചെയ്യാണോ, അതോ ഒന്ന് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതോ? അയ്യേ, ഷൗട്ട് ചെയ്ത ആളാവ്. എന്താടോ ഇയാളെ പിടിച്ച് വെളിയിലാക്ക്. കാർത്തിയേട്ടാ പ്ലീസ്, നമ്മൾ വിവരമുള്ളവർ ക്ഷമിക്ക് കാർത്തിയേട്ടാ. നാട് ആദ്യമായിട്ട് ഈ നാട്ടിലെ പ്ലീസ്. ഇങ്ങനൊരു നാട്. പെണ്ണെ, നാടിനെ പറ്റി പറഞ്ഞാണ്ടല്ലോ, കൊഴിഞ്ഞ പല്ല് പോലും മടക്കാത്ത പ്രായം കഴിഞ്ഞു. എന്താ എന്താ കാർത്തി പ്രശ്നം? എന്താനു? ശ്വേത, ഒരു ജോലിക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ട മിനിമം സംഭവം ആ ജോലിയോട് പാഷൻ ഉണ്ടാവലാണ്. അതില്ലെങ്കിൽ ഇതുപോലെ ഓഫീസിൽ വരുന്നതിന് മുമ്പിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കും. അതെ, വൈകുന്നേരത്തിന് മുമ്പ് റിക്വസ്റ്റ് പോകണം. എപ്പോഴേ പോയി? അല്ല, ആ ഫാമിംഗ് ഗ്രാൻഡിന്റെ കാര്യം എന്തായി? ധൈര്യമായിട്ടിരിക്കുക കാർത്തി, ഒക്കെ പോസിറ്റീവാ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് പാഷൻ. കണ്ടു പടി. ആരാള് എന്തായാലും വിചാരിച്ചേ ചുമ്മാ ഷൈൻ ചെയ്യാൻ. ഹേയ്,
ഷൈൻ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാ കാർത്തി. 100% ജെന്യൻ. അതെ വീഡിയോ കൊണ്ടാക്കാൻ ആവശ്യമുണ്ട്, ഗ്രാൻഡ് അങ്ങനെയൊക്കെ. അതാ അത് അയാൾക്കല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിട്ടല്ലേ. ആർക്ക് വേണ്ടിയിട്ടായാലും എല്ലാം കണക്ക് തന്നെ. എന്റെ അനു, നിനക്ക് ഓസ്ട്രേലിയ തന്നെയാ നല്ലത്. സ്റ്റഡി റിപ്പോർട്ടിംഗ് വരട്ടെ. വിതിൻ 1 വീക്ക് I'll be in Melbourne.